Hello dear students, welcome to Math Root. നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില തിയറംസും പ്രപ്പോസിഷൻസും അതേപോലെ ഡെഫിനിഷൻസുമാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ലെക്ചറാണിത്. ഓക്കെ, തിയറം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത തിയറം തന്നെയാണിത്. ഓക്കെ, എന്നാലും നമുക്കൊന്നുകൂടെ ഡെഫിനിഷൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഡിസ്കസ് ചെയ്യാം. Let gamma from closed interval a comma b to c be of bounded variation and suppose that f from ab to c of c is continuous. Okay, ഗാമയും എഫ് എന്താണ് ക്ലോസ് ഇന്റർവൽ എ ബി നിന്ന് സിയിലേക്കുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഗാമക്ക് എന്തുണ്ട്? ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ട്. എഫ് എന്താണ്? കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. Then there is a complex number I such that for every epsilon greater than 0 there is a delta greater than 0 such that when p equal to set of all T0 less than T1 less than etc less than Tm is a partition of closed interval AB with norm P equal to maximum of set of all Tk minus 1 which is less than delta, then modulus of I minus summation k from 1 to m f of tau k into gamma of Tk minus 1 less than epsilon for whatever choice of points tau k Tk minus 1 less than or equal to tau k less than or equal to Tk. Okay, സോ ഗാമ ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷനാണ്. എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഏതൊരു ആബ്സിലോൺ പോസിറ്റീവ് നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ നമുക്കൊരു പോസിറ്റീവ് ഡെൽറ്റ കിട്ടും. ഓക്കെ, ഇനി ആ ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ എ ബിക്ക് ഒരു പാർട്ടീഷൻ പി ചൂസ് ചെയ്തു. ഓക്കെ, ഇനി നോം പിന്ന് എന്തായിട്ട് ചൂസ് ചെയ്യുക? സബ് ഇൻ്റർവൽസിൻ്റെ മാക്സിമം ലെങ്ത് ആയിട്ട് എന്ത് ചെയ്യുക? നോം പിന്ന് ചൂസ് ചെയ്യുക. അത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഡെൽറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പോസിറ്റീവ് എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്താൽ ഈ കണ്ടീഷൻ നോം പി ലെസ് ദാൻ ഡെൽറ്റ എന്നൊരു പോസിറ്റീവ് ഡെൽറ്റ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? നമ്മുടെ എപ്സിലോണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ഐ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പർ ഐയും ഈ സമ്മേഷനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോക്ക എന്നുള്ള ഈ പോയിന്റിനെ ഈ ഇൻ്റർവെല്ലിൽ നിന്ന്, അതായത് ടി കെ മൈനസ് 1 ടി കെ എന്നുള്ള ക്ലോസ് ഇന്റർവെല്ലിൽ നിന്ന് ഏത് പോയിന്റ് ടോക്കെ നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ അതെന്ത് ചെയ്യും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഐ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് നമ്പർ ഐ ഈസ് കോൾഡ് ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഗാമ ഓവർ ക്ലോസ് ഇന്റർവെൽ എ ബി ആൻഡ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഐ ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഗാമ. ദാറ്റ്സ് ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ഗാമ ഓഫ് ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ ഐനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ്, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് കർവ്? ഗാമ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഗാമ. ഇനി ഏത് ഇൻ്റർവെല്ലിൽ? എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ. ഓക്കെ, അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഗാമ എന്നുള്ള കർവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കോംപ്ലക്സ് നമ്പർ ഐ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഐ ഈക്വൽ ടു, ഇനി ഇവിടുത്തെ ഐ എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഗാമ. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ ടി ആണ്. എഫ് ഓഫ് ടി ഇൻറ്റു ഡി ഗാമ മീൻസ് ഡെറിവേറ്റീവ് ഓഫ് ഗാമ ഓഫ് ടി. ഗാമ എന്താണ്? ഫംഗ്ഷൻ ഇൻ ടി ആണ്. ഓക്കെ, നമുക്ക് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ. ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി and let gamma and sigma be functions of bounded variation on closed interval a comma b. Then for any scalars alpha and beta, integral a to b alpha f plus beta g d gamma equal to alpha into integral a to b f d gamma plus beta into integral a to b g d gamma. Integral a to b f of f into d of alpha gamma plus beta sigma equal to alpha into integral a to b f d gamma plus beta into integral a to b f d sigma. ഓക്കെ, എഫും ജി എന്താണ്? ക്ലോസ് ഇന്റർവെൽ എ ബിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. അതേപോലെ ഗാമയും സിഗ്മയും എന്താണ്? ബൗണ്ടഡ് വേരിയേഷനുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, ക്ലോസ് ഇന്റർവെൽ എ ബിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ബൗണ്ടഡ് വേരിയേഷനുള്ള ഫങ്ഷൻസ് ആണ് എന്ത്? ഗാമയും സിഗ്മയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് സ്കെയിലേഴ്സ്, ഓക്കെ ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആൽഫയും ബീറ്റയും നമ്മൾ ചൂസ് ചെയ്താൽ അത് ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് പ്രൊപ്പോസിഷൻ്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ.
let gamma from closed interval a comma b to c be of bounded variation and let f from closed interval a comma b to c be continuous. If a equal to t naught less than t1 less than etc less than tn equal to b, then integral a to b f d gamma equal to summation k from 1 to n integral tk minus 1 to tk f d gamma. Okay. Gamma എന്താണ് എ ബിയിൽ നിന്ന് ക്ലോസ് ലെവൽ എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷനാണ്. അതേപോലെ ക്ലോസ് ലെവൽ എ ബിയിൽ നിന്ന് സിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എന്ത് എഫ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ലെവൽ എ ബിയെ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും? സമ്മേഷൻ കെ ഫ്രം 1 to n ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 to ടി കെ എഫ് ഡി ഗാമക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഓക്കെ, നമ്മളിതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ പ്രൂഫിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻസ് ഇതാണ്. ഗാമക്ക് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ എഫ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് തിയറം. If gamma is piecewise smooth and f from ab to c is continuous, then integral a to b f d gamma equal to integral a to b f of t into gamma dash of t dt. Okay. Gamma എന്താണ്? പീസ്വൈസ് സ്മൂത്ത് കർവ് ആണ്. അതേപോലെ എഫ് ഫ്രം എ ടു ബി എഫ് ഫ്രം എ ബി ടു സി എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. വി ഓൺലി കൺസിഡർ ദി കേസ് ഫോർ ഗാമ ഈസ് സ്മൂത്ത്. ഓക്കെ, ഗാമ സ്മൂത്ത് ആവുന്ന കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓൾസോ വി റെഡ്യൂസ് ദി പ്രൂഫ് ടു ദി കേസ് ഫോർ ഗാമ ഓഫ് എ ബി കണ്ടെയ്ൻഡ് ഇൻ ആർ. ഓക്കെ, അതായത് ഗാമ ഓഫ് എ ബി, നമ്മുടെ ഗാമ എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ്? ക്ലോസ് ലെവൽ എ ബിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ തന്നെയാണ്. ഇനി ഗാമ ഓഫ് എ ബി, ഗാമയുടെ മൊത്തം ഇമേജ് എന്താണ്? അതായത് റേഞ്ച് ഓഫ് ഗാമ, അത് ആറിൻ്റെ സബ്സെറ്റ് ആകുന്ന തരത്തിലുള്ള കേസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ മീൻ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ a equal to t naught less than t1 less than etc less than tn equal to b has norm p less than delta, then modulus of integral a to b f d gamma minus summation k from 1 to n f of tau k into gamma of tk minus gamma of tk minus 1 less than epsilon by 2, and modulus of integral a to b f of t into gamma dash of t dt minus summation k from 1 to n f of tau k into gamma dash of tau k into tk minus tk minus 1 which is less than epsilon by 2. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്താൽ, ഓക്കെ, അതുപോലെ നമ്മളൊരു പോസിറ്റീവ് ഡെൽറ്റ നമ്മൾ ചൂസ് ചെയ്യണം. കണ്ടീഷൻ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ലെവൽ എ ബി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാർട്ടീഷൻ ആക്കി മാറ്റുക. ഓക്കെ, കണ്ടീഷൻ എന്താണ്? നോം പി ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. നോം പി നമുക്കറിയാം സബ് ഇൻ്റർവൽസിൻ്റെ മാക്സിമത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോം പി എന്ന് പറയുന്നത്. അത് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന തരത്തിൽ നമ്മൾ ഡെൽറ്റ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, പോസിറ്റീവ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലെക്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു തിയറ പ്രകാരം, ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് സം ഐ മൈനസ് ദിസ് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കുന്നു. ആ തിയറ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഐ എന്നുള്ള ഇൻ്റഗ്രൽ എന്തായിരുന്നു, ഇതായിരുന്നു. ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഗാമ മൈനസ് ദിസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. അതേ തിയറ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് ദിസ് ഐ മൈനസ് സമ്മേഷൻ കെ ഫ്രം 1 to n ദിസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പുട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മീൻ വാല്യൂ തിയർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു, ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് കാണിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് 2 സ്റ്റെപ്സിന് അതേപോലെ കീപ്പ് ചെയ്തു. ഓക്കെ, ഇഫ് വി അപ്ലൈ ദി മീൻ വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്സ്, we get that there is a tau k in tk minus 1 tk with gamma dash of tau k equal to gamma of tk minus gamma of tk minus 1 divided by tk minus 1. That implies gamma of tk minus gamma of tk minus 1 equal to gamma dash of tau k into tk minus 1. നമ്മൾ എന്ത് ചെയ്യാം,
മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, മീൻ വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്സ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, -1 TK എന്നുള്ള ഇൻ്റർവെൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടോക്ക എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പോയിന്റിലെ ഗാമ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും, ഗാമ ഡാഷ് ഓഫ് ടോക്ക ഈക്വൽ ടു ഗാമ ഓഫ് TK മൈനസ് ഗാമ ഓഫ് TK - 1 ഡിവൈഡ് ബൈ TK മൈനസ് TK - 1 ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഗാമ ഓഫ് TK മൈനസ് ഗാമ ഓഫ് TK - 1 ഈക്വൽ ടു ഗാമ ഡാഷ് ഓഫ് ടോക്ക ഇൻറ്റു ദിസ്. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ടോക്ക കൊണ്ട് രണ്ട് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ K from 1 to n നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലും സം ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ ഇനീക്വാലിറ്റി കിട്ടി. നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 1ലും 2ലും ഇതാ ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. ഓക്കെ, സമ്മേഷൻ K from 1 to n എഫ് ഓഫ് ടോക്ക ഇൻറ്റു ഗാമ ഓഫ് TK മൈനസ് ഗാമ ഓഫ് TK - 1 ആണെന്ത് ഇത്. ഓക്കെ, അതെന്തിന് ഈക്വലാണ്, ഇതിന് ഈക്വലാണ്, ഇതിന് ഈക്വലാണ്. സോ ഫസ്റ്റത്തെ ഇനീക്വാലിറ്റിയിലെയും രണ്ടാമത്തെ ഇനീക്വാലിറ്റിയിലെയും ഈ രണ്ട് ടേംസ് ഈക്വൽ ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 1നെയും 2നെയും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b f d ഗാമ മൈനസ് ഇൻ്റഗ്രൽ a to b f of t ഗാമ ഡാഷ് ഓഫ് t dt ലെസ് താൻ ഓർ ഈക്വൽ ലെസ് താൻ epsilon/2 പ്ലസ് epsilon/2 ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 1നെയും 2നെയും കമ്പൈൻ ചെയ്യാം. ഓക്കെ, combining this with inequalities 1 and 2 gives modulus of integral a to b f d gamma minus integral a to b f of t gamma dash of t dt less than epsilon. ഓക്കെ, നമ്മൾ 1നെയും 2നെയും കമ്പൈൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ എപ്സിലോൺ എന്തായിരുന്നു, പോസിറ്റീവ് എപ്സിലോൺ എന്തായിരുന്നു, ആർബിട്രറി ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കും, 0ലേക്ക് ടെൻഡ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, സോ modulus of integral a to b f of d gamma minus integral a to b f of t gamma dash of t dt equal to 0 എന്ന് കിട്ടും. ഓക്കെ, that implies integral a to b f d gamma equal to integral a to b f of t into gamma dash of t dt. ഓക്കെ, ഇത്രയാണ് പ്രൂഫ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡെഫിനിഷൻ, പാത്ത്. പാത്ത് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗാമ ഫ്രം ക്ലോസ് ലെവൽ a, b to c. ഓക്കെ, എ ബി എന്നുള്ള ക്ലോസ് ലെവലിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗാമയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, പാത്ത്. ട്രേസ് ഓഫ് ഗാമ. ഓക്കെ, ഇഫ് ഗാമ ഈസ് എ പാത്ത് ദെൻ ദി സെറ്റ് ഓഫ് ഓൾ ഗാമ ഓഫ് ടി സച്ച് ദാറ്റ് എ ലെസ് താൻ ഓർ ഇക്വൽ ടു ടി ലെസ് താൻ ഓർ ഇക്വൽ ടു ബി ഈസ് കോൾഡ് ട്രേസ് ഓഫ് ഗാമ. ഓക്കെ, നമുക്കറിയാം ഒരു ടി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ ലെവൽ നമ്മൾ ചൂസ് ചെയ്തു. സോ ഗാമ ഓഫ് ടി എവിടെ ആയിരിക്കും ഉണ്ടാവുക, സിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഗാമയുടെ ഇമേജുകളുടെ കളക്ഷൻസ് മൊത്തം ചൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ റേഞ്ച് ചൂസ് ചെയ്യാം, ഗാമ എന്നുള്ള ഫംഗ്ഷൻ്റെ റേഞ്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ട്രേസ് ഓഫ് ഗാമ. ഓക്കെ, ഗാമ എന്നുള്ളത് എന്തായിരിക്കണം, ഒരു പാത്ത് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇമേജുകളുടെ കളക്ഷൻ, ഗാമ ഓഫ് ടീസിൻ്റെ കളക്ഷൻ. ഓക്കെ, ആ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ട്രേസ് ഓഫ് ഗാമ. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ സെറ്റ് ഗാമ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗാമയുടെ ട്രേസിനെ ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾവേസ് എ കോമ്പാക്ട് സെറ്റ്. ട്രേസ് ഓഫ് ഗാമ ഇപ്പോഴും എന്തായിരിക്കും, കോമ്പാക്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, റെക്ടിഫയബിൾ പാത്ത്. ഗാമ ഈസ് എ റെക്ടിഫയബിൾ പാത്ത് ഇഫ് ഗാമ ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ഓക്കെ, ഗാമ എന്നുള്ള പാത്തിന് നമ്മൾ റെക്ടിഫയബിൾ പാത്ത് എന്ന് പറയണമെങ്കിൽ ഗാമക്ക് എന്തുണ്ടായിരിക്കണം, ബൗണ്ടഡ് വേരിയേഷൻ ആയിരിക്കണം. ഓക്കെ, ഗാമ എന്നുള്ള പാത്ത് ബൗണ്ടഡ് വേരിയേഷനുള്ള പാത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ റെക്ടിഫയബിൾ പാത്ത് എന്ന് പറയും. ഓക്കെ, definition, if P is a partition of AB then boundary variation of gamma is exactly the sum of lengths of line segments connecting the points on the trace of gamma. ഇതിൻ്റെ ഐഡിയ ജസ്റ്റ് എന്താണ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്കൊരു എ ബി എന്നുള്ള ഇൻ്റർവൽ ഉണ്ട്, ക്ലോസ് ലെവൽ എ ബി. ഓക്കെ, അവിടെ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്യും. എ ഈക്വൽ എന്താണ്, T0 ആണ്. ഒരു T1 ഉണ്ട്, ഒരു T2 ഉണ്ട്, അതേപോലെ T3 ഉണ്ട്. എ ഈക്വൽ ടു T0 ആണ്, ബി ഈക്വൽ ടു T3 ആണ്. T0 ലെസ് താൻ T1 ലെസ് താൻ T2 ലെസ് താൻ T3 ആണ്. ഓക്കെ, ഇതെന്താണ്, എ ബിയുടെ ഒരു പാർട്ടീഷനാണ്. ഇനി നമുക്കറിയാം ഗാമ എന്നുള്ളത് ക്ലോസ് ലെവൽ എ ബിന്ന് സിയിലേക്കുള്ള മാപ്പാണ് ഗാമ. ഓക്കെ, ഇനി നമുക്കറിയാം ഗാമയുടെ ഇമേജ്, ഇപ്പോൾ ഗാമ ഓഫ് T0 അവിടെ ഉണ്ടായിരിക്കും, സിയിലുണ്ടായിരിക്കും. ഗാമ ഓഫ് T1 ഇവിടെ ഉണ്ടായിരിക്കും. ഗാമ ഓഫ് T2 ഗാമ ഓഫ് T3 ഒക്കെ അതിലുണ്ടായിരിക്കും, സിയിലുണ്ടായിരിക്കും.
അതേപോലെ ഇതിനിടയ്ക്കുള്ള എല്ലാ പോയിൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും? ഈ സി എന്നുള്ള കോംപ്ലക്സ് പ്ലെയിനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ ഇൻ്റർവെല്ലിലുള്ള ഗാമയുടെ ഇമേജുകൾ അതാണ് എന്ത് പറയുന്നത്? ദി സം ഓഫ് ദി ലെങ്ത്സ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ് കണക്ടിങ് ദി പോയിൻറ്റ്സ് ഓൺ ദി ട്രേസ് ഓഫ് ഗാമ. ട്രേസ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഗാമയുടെ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിലുള്ള ഇമേജുകൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുക. ഇങ്ങനൊരു ഇമേജിലുള്ള പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടിയെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഇത്രയാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, T0 മുതൽ T1 വരെയുള്ള ലെങ്ത് ഇതാണ്. അതേപോലെ T1 മുതൽ T2 വരെയുള്ള ലെങ്ത് എന്താണ്? ഇതാണ്. T2 മുതൽ T3 വരെയുള്ള ലെങ്ത് ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ലെങ്ത്തുകളുടെ സമ്മ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇതായിരിക്കും ബൗണ്ടഡ് വേരിയേഷൻ ഓഫ് ഗാമ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടു സേ ദാറ്റ് ഗാമ ഈസ് റെക്ടിഫയബിൾ ഈസ് ടു സേ ദാറ്റ് ഗാമ ഹാസ് ഫൈനൈറ്റ് ലെങ്ത് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ. നമ്മൾ ഗാമ റെക്ടിഫയബിൾ പാത്താണെന്ന് പറയുന്നതിന് എന്തിന് ഈക്വലാണ്? ഗാമക്ക് ഫൈനൈറ്റ് ലെങ്ത് ആണുള്ളത്, അതേപോലെ അതിൻ്റെ ടോട്ടൽ വേരിയേഷൻ ആണ് എന്ത്? അതിൻ്റെ ലെങ്ത്ത്. അതിന് ഈക്വൽ ആണെന്ത്? ഗാമ റെക്ടിഫയബിൾ എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ ഇഫ് ഗാമ ഈസ് പീസ് വൈസ് സ്മൂത്ത് ദെൻ ഗാമ ഈസ് റെക്ടിഫയബിൾ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി മോഡ് ഗാമ ഡാഷ് ഡി ടി. ഓക്കെ, ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗാമ പീസ് വൈസ് സ്മൂത്ത് കർവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ റെക്ടിഫയബിൾ പാത്ത് ആയിരിക്കും, അതേപോലെ അതിൻ്റെ ലെങ്ത് ആണ് എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി മോഡ് ഗാമ ഡാഷ് ഡി ടി ആയിരിക്കും. ഓക്കെ, ഡെഫിനിഷൻ: ഇഫ് ഗാമ ഫ്രം ക്ലോസ് നമ്പർ എ കോമ ബി ടു സി is a rectifiable path and f is a function defined and continuous on the trace of gamma, then the line integral of f along gamma is integral a to b f of gamma of t into d gamma of t. This line integral is also denoted by integral gamma f equal to integral f of z dz. നമുക്ക് ഗാമ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ക്ലോസ് നമ്പർ എ ബിന്ന് സിയിലേക്കുള്ള ഗാമ എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? റെക്ടിഫയബിൾ പാത്താണ്. ദാറ്റ് മീൻസ് ഗാമക്ക് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ട്രേസ് ഓഫ് ഗാമയിൽ, ഓക്കെ, അതായത് ഗാമയുടെ ഇമേജസിൻ്റെ കളക്ഷനിൽ കണ്ടിന്യൂസും ഡിഫൈൻഡും ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്? എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എഫിനെ നമ്മൾ ഗാമ എന്നുള്ള പാത്തിലൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓർ ജസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് ഗാമ. ഗാമയിൽ കൂടി എഫിൻ്റെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ എന്നത് മീൻ ചെയ്യുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ഗാമ ഓഫ് ടി. ഓക്കെ, ഡി ഗാമ ഓഫ് ടി എന്ന് മീൻ ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഗാമ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി ഇതേ ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് മറ്റൊരു തരത്തിൽ ഡിനോട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഗാമ എഫ്, അതായത് എഫിനെ ഗാമയിൽ കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഇൻ്റഗ്രൽ ഗാമ എഫ് ഓഫ് സെഡ് ഡി സെറ്റ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ നോട്ടേഷൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രീവിയസ് ആയിട്ടുള്ള ലെക്ചറിൻ്റെ അവസാനത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഈ പ്രോബ്ലം വെച്ചിട്ടാണ്, നമ്മൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്: ഗാമ ഫ്രം എ ബി ടു സി ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ദാറ്റ് മീൻസ് റെക്ടിഫയബിൾ പാത്ത് ആയിരിക്കണം ഗാമ. എഫ് ഡിഫൈൻഡും കണ്ടിന്യൂസും ആയിരിക്കണം. എവിടെ? ട്രേസ് ഓഫ് ഗാമയിൽ. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഗാമ ഓഫ് ടി ആയിരിക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ചെക്ക് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഗാമ ഫ്രം 0 to 2 pi, 0 2 pi to c. ഓക്കെ, ഇവിടെ എ എന്താണ്? 0 ആണ്, ബി എന്താണ്? 2 pi ആണ്. ഓക്കെ, ബൈ ഗാമ ഓഫ് ടിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇ റേസ് ടു ഐ ടി. ഓക്കെ, ബൗണ്ടഡ് വേരിയേഷനുള്ള കർവാണ്, റെക്ടിഫയബിൾ പാത്താണ്. ഓക്കെ, ഇനി എഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എഫ് ഓഫ് z 1/z ഫോർ z നോട്ട് ഇക്വൽ ടു 0. ഓക്കെ, ഇതെന്താണ്? ട്രേസ് ഓഫ് ഗാമയിൽ ഡിഫൈൻഡും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എലോങ് ഗാമ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഗാമ എഫ്. ഓക്കെ, എന്തായിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി, ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 2 pi. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 2 pi. ഇനി എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്താണ്? ഗാമ ഓഫ് ടി ഇ റേസ് ടു ഐ ടി, ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഗാമ ഓഫ് ടി, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ഐ ടി. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 2 pi എഫ് ഓഫ്
ഇ റേസ് ടു ഐ ടി. എഫ് ഓഫ് സെറ്റ് 1/z ആണ്. സോ എഫ് ഓഫ് ഇ റേസ് ടു ഐ ടി 1/e റേസ് ടു ഐ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ഐ ടി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഇവിടെ എന്ത് വരും, ഐ വരും. ഓക്കെ, ഇൻറ്റു ഡി ടി. ഓക്കെ, നമുക്കറിയാം ഇ റേസ് ടു ഐ ടി ഡിവൈഡ് ബൈ ഇ റേസ് ടു ഐ ടി എന്താണ്, 1 ആണ്. ഇവിടെ ഐ ഉണ്ടായിരിക്കും, ഐനെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് ചെയ്യാം. ഐ ഇൻറ്റു -0 2π ഡി ടി. ഓക്കെ, സോ ഐ ഇൻറ്റു ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ഫ്രം 0 to 2π നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റ് 0 ആണ്, സോ കൊടുക്കേണ്ട കാര്യമില്ല. സോ 2πi. ഓക്കെ, ഇതായിരിക്കും എന്ത്, എഫ് എന്നുള്ള ഫംഗ്ഷനെ ഗാമയിൽ കൂടി, അതായത് എഫ് ഓഫ് സെറ്റിക്കൽ 1/z ഈ പാത്തിലൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 2πi ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റിമാർക്ക്, ഇഫ് ഗാമ ഫ്രം ക്ലോസ് ഇന്റർവൽ a, b to c is a rectifiable path and phi from cd to ab is continuous non-decreasing function whose image is all of ab, that is phi of c equal to a and phi of d equal to b. ഓക്കെ, ഗാമ എന്നുള്ളത് ക്ലോസ് ഇന്റർവൽ എ ബി നിന്ന് സിയിലേക്കുള്ള റെക്ടിഫയബിൾ പാത്താണ്, അതായത് ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷനാണ്, പാത്താണ്. അതേപോലെ ഫൈ എന്നുള്ളത് എന്താണ്, സി ഡിന്ന് ഈ എ ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള നോൺ ഡിക്രീസിങ് ആയിട്ടുള്ള, അതായത് ഒന്നുകിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതിൻ്റെ ഇമേജ് എന്താണ്, എൻ്റെയർ എ ബി ആണ്. ദാറ്റ് മീൻസ് ഫൈ ഓഫ് സി എടുത്താൽ നമുക്ക് എ കിട്ടും, ഫൈ ഓഫ് ഡി എടുത്താൽ ബി കിട്ടും. ഓക്കെ, ഇതിനിടയിലുള്ള പോയിന്റിനൊക്കെ ഇതിനിടയിലുള്ള പോയിന്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ഫൈയുടെ ഇമേജ് എന്താണ്, എ ബി ആണ്. ഓക്കെ, ദെൻ ഗാമ കോമ്പോസിഷൻ ഫൈ ഫ്രം സി ഡി ടു സി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഗാമ കോമ്പോസിഷൻ ഫൈ എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും, ഇത് സി ഡി ടു എ ബി, ഇത് എ ബി ടു സി. സോ സി ഡി ടു സി ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇത് ഗാമ കോമ്പോസിഷൻ ഫൈ. ഓക്കെ, ഇറ്റ് ഈസ് എ പാത്ത് വിത്ത് ദി സെയിം ട്രേസ് ആസ് ഗാമ. ഓക്കെ, സോ ഗാമയുടെ സെയിം ട്രേസ് ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇത് ഗാമ കോമ്പോസിഷൻ ഫൈ. ഓക്കെ, സോ ഗാമക്കും ഗാമ കോമ്പോസിഷൻ ഫൈക്കും എന്തായിരിക്കും, സെയിം ട്രേസ് ആയിരിക്കും. ഓക്കെ, മോർ ഓവർ ഗാമ കോമ്പോസിഷൻ ഫൈ ഈസ് rectifiable, that means is of bounded variation, because if c equal to s0 less than s1 less than etc less than sn equal to d, then a equal to phi of s0 less than or equal to phi of s1 less than or equal to etc less than or equal to phi of sn equal to b is a partition of ab. Okay, ഇനി ഗാമ കോമ്പോസിഷൻ ഫൈ റെക്ടിഫയബിളും കൂടെ ആയിരിക്കും. അതിന് റീസൺ എന്താ, ഗാമ ഓൾറെഡി എന്താണ്, റെക്ടിഫയബിൾ ആണ്, ദാറ്റ് മീൻസ് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ട്. സോ അതേപോലെ ഗാമ കോമ്പോസിഷൻ ഫൈ എന്തായിരിക്കും, റെക്ടിഫയബിൾ ആയിരിക്കും, ദാറ്റ് മീൻസ് ബൗണ്ടഡ് വേരിയേഷൻ ആയിരിക്കും. റീസൺ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൈ ഈ സി ഡി എന്നുള്ള ഇൻ്റർവൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ പാർട്ടീഷൻ ചെയ്യുക. സി എന്താണ്, S0 ആണ്, ലെസ് താൻ S1 ലെസ് താൻ എക്സ്ട്രാ ലെസ് താൻ SN ഈക്വൽ ടു ഡി ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ ആ പാർട്ടീഷൻ്റെ ഇമേജ് കാണാം, ഫൈ ഓഫ് S0 അതെവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, എ ആയിരിക്കും. ഓക്കെ, ഫൈ ഓഫ് S0 എന്തായിരിക്കും, എ ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പോൾ ഈ ഫൈ നോൺ ഡിക്രീസിങ് ആണ്, കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ ഇമേജ് എന്താണ്, ഓൾ ഓഫ് എ ബി ആണ്. സോ ഫൈ ഓഫ് S0 നമ്മുടെ ഈ എ ബിയുടെ പാർട്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഫൈ ഓഫ് S0 എന്തായിരിക്കും, എ ആയിരിക്കും. ഫൈ ഓഫ് S1 അതിനേക്കാൾ വലുതായിരിക്കും. അതുപോലെ എക്സെട്ര ഫൈ ഓഫ് SN എന്തായിരിക്കും, നമ്മുടെ ഈ ബി ആയിരിക്കും. ഓക്കെ, അത് എന്തിൻ്റെ പാർട്ടീഷനാണ്, ഈ പാർട്ടീഷൻ എന്തിൻ്റെ ആയിരിക്കും, എ ബിൻ്റെതായിരിക്കും. ഓക്കെ, സോ ഗാമക്ക് ഗാമ റെക്ടിഫയബിൾ ആണെങ്കിൽ ഗാമ കോമ്പോസിഷൻ ഫൈ എന്തായിരിക്കും, റെക്ടിഫയബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് പാർട്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കെന്ത് പറയാൻ പറ്റും, സമ്മേഷൻ കെ ഫ്രം 1 to n മോഡ് ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ മൈനസ് ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ മൈനസ് 1 ലെസ് താൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ എന്ന് പറയാൻ പറ്റും. ഇവിടെ ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ എന്ന് പറയാൻ റീസൺ എന്താണ്, നമുക്കറിയാം ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈ ഓൾവേസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ എന്താണ്, ഫൈനൈറ്റ് ആണ്. കാരണം എന്താണ്, ഗാമ ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അതിന് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയായിരിക്കുന്നത് ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈ. ഓക്കെ, സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, വി ഓഫ് ഗാമ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കെന്ത് പറയാൻ പറ്റും, നമുക്കിവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഇപ്പോൾ
ഗാമക്കും ഓക്കെ ഗാമക്കും ഗാമയുടെ ഗാമ കോമ്പോസിഷൻ ഫൈൻ്റെയും ട്രേസ് സെയിം ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒന്നാമത്തെ റിസൾട്ട്. ഗാമയുടെയും ഗാമ കോമ്പോസിഷൻ ഫൈൻ്റെയും ട്രേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ട്രേസ് ആയിരിക്കും. അതേപോലെ ഗാമ റെക്ടിഫയബിൾ ആണെങ്കിൽ ഗാമ കോമ്പോസിഷൻ ഫൈ എന്തായിരിക്കും? റെക്ടിഫയബിൾ ആയിരിക്കും. ഓക്കെ, നമ്മളിതിന് മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ എഫ് എന്നുള്ള ഫങ്ഷൻ, ഓക്കെ, എഫ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട്, അത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. എവിടെ? ട്രേസ് ഓഫ് ഗാമയിൽ. ഇനി ട്രേസ് ഓഫ് ഗാമയും ഗാമ കോമ്പോസിഷൻ ഫൈൻ്റെയും ട്രേസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, ട്രേസ് ഓഫ് ഗാമൻ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ട്രേസ് ഓഫ് ഗാമ ഈക്വൽ ടു ട്രേസ് ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈ. ഓക്കെ, എഫ് എന്നുള്ള ഫംഗ്ഷൻ ഗാമയിൽ, ദാറ്റ് മീൻസ് ട്രേസ് ഓഫ് ഗാമയിൽ അല്ലെങ്കിൽ ട്രേസ് ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഗാമ കോമ്പോസിഷൻ ഫൈ എഫ് എന്തായിരിക്കും? ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അതായത് എഫിനെ ഗാമ കോമ്പോസിഷൻ ഫൈ എന്നുള്ള പാത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസിഷൻ. ഇഫ് ഗാമ ഫ്രം ക്ലോസ് ലെവൽ എ ബി ടു സി ഇസ് എ റെക്ടിഫയബിൾ പാത്ത് ആൻഡ് ഫൈ ഫ്രം സി ഡി ടു എ ബി ഇസ് എ continuous non-decreasing function with phi of c equal to a and phi of d equal to b. Then for any function f continuous on trace of gamma, integral over gamma f equal to integral over gamma composition phi f. Okay, ഗാമ എന്താണ്? ക്ലോസ് ലെവൽ എ ബിന്ന് സിയിലേക്കുള്ള ഒരു റെക്ടിഫയബിൾ പാത്താണ്. ദാറ്റ് മീൻസ് ബൗണ്ടഡ് വേരിയേഷനുള്ള ഒരു പാത്താണ്. അതുപോലെ ഫൈ ഫ്രം സി ഡി ടു എ ബി എന്താണ്? ഒരു കണ്ടിന്യൂസ് നോൺ ഡിക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഫൈയുടെ ഇമേജ് എൻ്റയർ എ ബി ആണ്. ദാറ്റ് മീൻസ് ഫൈ ഓഫ് സി എ ബി, ഫൈ ഓഫ് സി ഈക്വൽ ടു എ ആണ്, ഫൈ ഓഫ് ഡി ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് ഗാമയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് ഫംഗ്ഷൻ എഫ് നമ്മൾ ചൂസ് ചെയ്താലും ഇൻ്റഗ്രൽ ഓവർ എഫും ഇൻ്റഗ്രൽ ഗാമ കോമ്പോസിഷൻ ഫൈ ഓവർ എഫ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രപ്പോസിഷൻ്റെ ഐഡിയ. നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രൂഫ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 and choose delta 1 greater than 0 such that for set s0 less than s1 less than etc less than sn is a partition of c comma d with sk minus 1 less than delta 1 and sk minus 1 less than or equal to sigma k less than or equal to sk. Then by a previous theorem we have modulus of integral gamma composition phi f minus summation k from 1 to n f of gamma composition phi of sigma k into gamma composition phi of sk minus gamma composition phi of sk minus 1 less than epsilon by 2. നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവ് എപ്സിലോൺ ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഒരു പോസിറ്റീവ് ഡെൽറ്റ 1 ചൂസ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ഡെൽറ്റ 1ഉം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ക്ലോസ് ലെവൽ സി ഡിൻ്റെ ഒരു പാർട്ടീഷനാണ് ഇതെന്ന് അസ്യൂം ചെയ്യുക. കണ്ടീഷൻ എന്താണ്? ഓരോ സബ് ഇൻ്റർവൽസിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് s1 മൈനസ് s0, s2 മൈനസ് s1 എക്സെട്ര sn മൈനസ് sn മൈനസ് 1 അതൊക്കെ എന്തായിരിക്കണം? ലെസ് ദാൻ ഡെൽറ്റ 1 ആയിരിക്കണം. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ 1നെ ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഈ സബ് ഇൻ്റർവലിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻ്റാണ് എന്ത്? സിഗ്മ കെ. ദാറ്റ് മീൻസ് ഇപ്പോൾ s1നും s0നും ഇടയിലുള്ള പോയിൻ്റ് എന്തായിരിക്കും? സിഗ്മ 1 ആയിരിക്കും. s1നും s2നും ഇടയ്ക്കുള്ളത് സിഗ്മ 2. ഓക്കെ, ആ രീതിയിലുള്ളൊരു പോയിൻ്റാണ് സിഗ്മ കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലെക്ചറിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളൊരു തിയറം പറഞ്ഞിരുന്നു. ആ തിയറം പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ കോമ്പോസിഷൻ ഫൈ ഓഫ് ഫൈ എഫ് മൈനസ് ദിസ് സമ്മേഷൻ ലെസ് ദാൻ സം എപ്സിലോൺ ബൈ 2. ഓക്കെ, ഇതിന് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ പുട്ട് ചെയ്യും. ഓക്കെ, similarly choose delta 2 greater than 0 such that if set t0 less than t1 less than etc less than tn is a partition of closed interval a comma b with tk minus 1 less than delta 2 and tk minus 1 less than or equal to tau k less than or equal to tk. Then by a previous theorem modulus of integral over gamma f minus summation k from 1 to n f of gamma of tau k into gamma of tk minus gamma of tk minus 1 less than epsilon by 2. Okay,
അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഡെൽറ്റ 1 ചൂസ് ചെയ്തതുപോലെ ഒരു അബ്സിലോണിന് കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ഡെൽറ്റ 2 ചൂസ് ചെയ്യുക. ഓക്കെ, കണ്ടീഷൻ എന്താണ്, ക്ലോസ് നമ്പർ എ ബിയുടെ ഒരു പാർട്ടീഷനാണിത്. അതേപോലെ സബ് ഇൻറ്റർഫേസിൻ്റെ ലെങ്ത്ത് എന്താണ്, ഡെൽറ്റ 2നേക്കാൾ താഴെയാണ് വരുന്നത്. ഓക്കെ, ടി കെ മൈനസ് ടി കെ മൈനസ് 1 ഓരോ സബ് ഇൻറ്റർഫേസിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ 2 ആണ്. ഓക്കെ, ഇനി ഏതെങ്കിലും സബ് ഇൻറ്റർവൽസിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ടോക്ക എന്നുള്ള പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ലെക്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ തിയറ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് ദി സമ്മേഷൻ ലെസ് ദാൻ സം അബ്സിലോൺ ബൈ 2. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ പുട്ട് ചെയ്യാം. ഓക്കെ, ബട്ട് phi is uniformly continuous on closed interval C, D since continuous function on a compact set is uniformly continuous. Hence, there is a delta greater than 0 which can be chosen with delta less than delta 1 such that mod s minus s dash less than delta implies mod phi of s minus phi of s dash less than delta 2. പക്ഷേ phi എന്തായിരിക്കും നമ്മുടെ ഫങ്ഷൻ. ഓക്കെ, നമ്മുടെ സി ഡിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഫങ്ഷൻ phi എന്തായിരിക്കും, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താണ്, കോമ്പാക്ട് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻ എന്തായിരിക്കും, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, phi എവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത്, സി ഡിയിൽ നിന്ന് എ ബിയിലേക്കാണ്. ഈ സി ഡി എന്നുള്ള സെറ്റ് എന്താണ്, കോമ്പാക്ട് സെറ്റാണ്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള സെറ്റാണ്. സോ അതേപോലെ phi എന്താണ്, കണ്ടിന്യൂസും കൂടാണ്. ഓക്കെ, സോ phi കണ്ടിന്യൂസ് ആണ്, സി ഡി കോമ്പാക്റ്റ് ആണ്. ഓക്കെ, സോ കോമ്പാക്ട് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തായിരിക്കും, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ phi എന്താണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് ഡെൽറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പോസിറ്റീവ് ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഡെൽറ്റ 1നേക്കാൾ താഴെയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, മോഡ് എസ് മൈനസ് എസ് ഡാഷ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് phi ഓഫ് എസ് മൈനസ് phi ഓഫ് എസ് ഡാഷ് ലെസ് ദാൻ ഡെൽറ്റ 2 ആയിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡെൽറ്റ 1നേക്കാൾ താഴെയായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇഫ് സെറ്റ് ഓഫ് ഓൾ എസ് നോട്ട് ലെസ് ദാൻ എസ് 1 ലെസ് ദാൻ എസ് 2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ എസ് എൻ ഈസ് എ പാർട്ടീഷൻ ഓഫ് സി ഡി with sk minus 1 less than delta 1 and t equal to phi of sk, then set of all t naught less than or equal to t1 less than or equal to extra less than or equal to tn is a partition of ab with tk minus 1 less than delta 2. If sk minus 1 less than or equal to sigma k less than or equal to sk and tau k equal to phi of sigma k, then both equation number 1 and equation number 2 hold. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സി ഡിയുടെ ഒരു പാർട്ടീഷനാണ് ഇതെങ്കിൽ. ഓക്കെ, അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. സി ഡി എന്നുള്ള ഈ സെറ്റിൻ്റെ, അതായത് phi ഡിഫൈൻഡ് ആയിട്ടുള്ള ഫൈൻ്റെ ഡൊമൈൻ ആയിട്ടുള്ള ഈ സെറ്റിൻ്റെ ഒരു പാർട്ടീഷനാണ് ഇത്. ഓക്കെ, അതേപോലെ എസ് കെ മൈനസ് 1 സബ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത്ത് എന്താണ്, ഡെൽറ്റയേക്കാൾ താഴെയാണ്. അതായത് ഡെൽറ്റ 1നേക്കാൾ താഴെയാണ്. അതേപോലെ ഡെൽറ്റ 1 ആരേക്കാൾ താഴെയാണ്, ആരേക്കാൾ താഴെയാണ് ഡെൽറ്റ 1നേക്കാൾ താഴെയാണ്. ഓക്കെ, സോ എസ് കെ മൈനസ് 1 ലെസ് ദാൻ ഡെൽറ്റ 1 എന്ന് പറയാം. ഓക്കെ, അതേപോലെ ടി കെ എന്താണ്, phi ഓഫ് എസ് കെ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് അസംഷനാണ്. ഓക്കെ, സി ഡിയുടെ ഒരു പാർട്ടീഷനാണിത്. അതേപോലെ എന്താണ്, ഈ സബ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്. അതേപോലെ phi ഓഫ് എസ് കെ എന്താണ്, ടി കെ ആണ്. ഓക്കെ, phi ഓഫ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാർട്ടീഷനുള്ള ഒരു എസ് കെ ചൂസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇമേജ് എന്താണ്, ടി കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ ഈ പാർട്ടീഷൻ, ഓക്കെ, ഇതെന്തായിരിക്കും, അത് കണ്ടീഷൻ ഉണ്ട്, ടി കെ മൈനസ് 1 ലെസ് ദാൻ ഡെൽറ്റ 2 ആയിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പാർട്ടീഷൻ എ ബിയുടേതായിരിക്കും ഏത്, ഈ പാർട്ടീഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഈ എസ് കെ മൈനസ് 1 എസ് കെ എന്നുള്ള ക്രോസ് ലെവലിലെ പോയിൻ്റാണ് സിഗ്മ കെ എങ്കിൽ. ഓക്കെ, അതേപോലെ phi ഓഫ് സിഗ്മ കെ എന്താണ്, ടോ കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും ജസ്റ്റ് ഒന്ന് എഴുതുന്നു. ഓക്കെ, അതിന് നമ്മൾ ചെറിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. റിസൾട്ട് മീൻസ് ഒരു കൺക്ലൂഷൻ നമ്മൾ അതിലെത്തിച്ചേരും. ഓക്കെ,
നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു. ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. നമ്മൾ പറഞ്ഞു ഇഫ് ടി കെ ഈക്വൽ ഫൈ ഓഫ് എസ് കെ ആൻഡ് ടോ കെ ഈക്വൽ ഫൈ ഓഫ് സിഗ്മ കെ, ദെൻ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഈ പാർട്ടൊന്ന് കൺസിഡർ ചെയ്യുക, ഈ സമ്മേഷൻ. ഓക്കെ, സമ്മേഷൻ കെ ഫ്രം 1 to n എഫ് ഓഫ് ഗാമ കോമ്പോസിഷൻ ഫൈ ഓഫ് സിഗ്മ കെനെ കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഗാമ ഓഫ് ഫൈ ഓഫ് സിഗ്മ കെ എന്ന് എഴുതാം. ഗാമ ഓഫ് ഫൈ ഓഫ് സിഗ്മ കെ ഇൻറ്റു ഇവിടെ ഗാമ കോമ്പോസിഷൻ ഫൈ ഓഫ് എസ് കെനെ ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ എന്ന് എഴുതാം. ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ മൈനസ് ഇവിടെയും ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ മൈനസ് 1. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഫ്രം 1 to n എഫ് ഓഫ്, ഇനി ഗാമ ഓഫ് ഫൈ ഓഫ് സിഗ്മ കെ എന്താണ്? ഫൈ ഓഫ് സിഗ്മ കെ എന്താണ്? ടോ കെ ആണ്. സോ ഗാമ ഓഫ് ടോ കെ എന്ന് നമുക്ക് കിട്ടി ഇൻറ്റു ഗാമ ഓഫ് ഫൈ ഓഫ് എസ് കെ എന്താണ്? ഫൈ ഓഫ് എസ് കെ ടി കെ ആയിരിക്കും. ടി കെ മൈനസ് ഗാമ ഓഫ്, ഇനി ഫൈ ഓഫ് എസ് കെ മൈനസ് എന്തായിരിക്കും? ടി കെ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ടി കെ മൈനസ് 1. ഓക്കെ, സോ ഇതാരായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. സമ്മേഷൻ കെ ഫ്രം 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഈ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 ഈ പാർട്ടിലെത്തി. ഓക്കെ, സോ ഈ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. എപ്പോഴും ഇഫ് ടി കെ ഈക്വൽ ടു ഫൈ ഓഫ് എസ് കെ ആൻഡ് ടോ കെ ഈക്വൽ ടു ഫൈ ഓഫ് സിഗ്മ കെ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1 ഉം 2 അത് ഹോൾഡ് ചെയ്യും. അതേപോലെ എന്തായിരിക്കും? ഈ ഡിഫറൻസിൻ്റെ റൈറ്റ് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഡിഫറൻസിൻ്റെ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഗാമ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ കോമ്പോസിഷൻ ഫൈ ഓഫ് എഫ് ലെസ് ദാൻ അബ്സിലോൺ എന്ന് പറയാം. ഓക്കെ, ഇനി അബ്സിലോൺ എന്താണ്? ആർബിട്രറി ആണ്. ഓക്കെ, സിൻസ് അബ്സിലോൺ വാസ് ആർബിട്രറി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഗാമ കോമ്പോസിഷൻ ഫൈ എഫ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ് ലെമ്മ. ഇഫ് ജി ഈസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ സി, ഗാമ ഫ്രം ക്ലോസ് ഇന്റർവൽ a, b to g is a rectifiable path and f from g to c is continuous, then for every epsilon greater than 0 there is a polygonal path capital gamma in G such that gamma of A equal to small gamma of A, gamma of B equal to small gamma of B, and integral over small gamma f minus integral over capital gamma f less than epsilon. കോംപ്ലക്സ് പ്ലെയിൻ സിയിലുള്ള ഒരു ഓപ്പൺ സെറ്റാണ് ജി. അതേപോലെ ക്ലോസ് ഇന്റർവൽ എ ബിന്ന് ജിയിലേക്കുള്ള ഒരു റെക്ടിഫയബിൾ പാത്താണ് ഗാമ. ദാറ്റ് മീൻസ് ഗാമക്ക് ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷനാണ്, പാത്താണ്. ഓക്കെ, അതേപോലെ എഫ് എന്താണ്? ഈ ഓപ്പൺ സെറ്റ് ജിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ്. ഇനി നമ്മൾ ഏതൊരു പോസിറ്റീവ് എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്താലും നമുക്ക് ഈ ഓപ്പൺ സെറ്റ് ജിയിൽ ഒരു പോളിഗണൽ പാത്ത് ക്യാപിറ്റൽ ഗാമ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോളിഗണൽ പാത്ത് ക്യാപിറ്റൽ ഗാമ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഗാമ ഓഫ് എയും ഗാമ ഓഫ് എയും സ്മോൾ ഗാമ ഓഫ് എയും ക്യാപിറ്റൽ ഗാമ ഓഫ് എയും ഈക്വൽ ആയിരിക്കും. അതേപോലെ ക്യാപിറ്റൽ ഗാമ ഓഫ് ബിയും ക്യാപിറ്റൽ സ്മോൾ ഗാമ ഓഫ് ബിയും ഈക്വൽ ആയിരിക്കും. അതേപോലെ ആബ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് തന്നെ നമ്മൾ എഫിനെ സ്മോൾ ഗാമയിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ക്യാപിറ്റൽ ഗാമയിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ ലെമ്മയുടെ ഐഡിയ. ഇനി ഈ ലെമ്മ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറത്തിൻ്റെ പ്രൂഫിൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, റിമാർക്ക്. Capital F is a primitive of small f when capital F dash equal to small f. In capital F-നെ സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവ് എന്ന് പറയണമെങ്കിൽ, ഓക്കെ, ക്യാപിറ്റൽ എഫിനെ സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവ് എന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കണം? എഫിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് സ്മോൾ എഫ് കിട്ടണം. ഓക്കെ, നമുക്ക് തിയറത്തിൽ ആവശ്യമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, തിയറം, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. ലെറ്റ് G be open in C and let gamma be a rectifiable path in G with
initial and end points alpha and beta respectively. If f from g to c is a continuous function with a primitive f from g to c, then integral over gamma f equal to capital F of b beta minus capital F of alpha. ജി എന്താണ്? സിയിലുള്ളൊരു ഓപ്പൺ സെറ്റാണ്. അതേപോലെ ഗാമ എന്താണ്? ഒരു റെക്ടിഫയബിൾ പാത്താണ്. ഓക്കെ, ജിന്ന് സിയിലേക്കുള്ളൊരു ബൗണ്ടഡ് വേരിയേഷനിലൊരു കേവാണ് ഗാമ. ഓക്കെ, പാത്താണ്. അതേപോലെ ഈ കേവിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എന്താണ്? ആൽഫയാണ്. അതേപോലെ എൻഡ് പോയിൻ്റ് എന്താണ്? ബീറ്റയാണ്. ഓക്കെ, അതേപോലെ ഇതേ ഓപ്പൺ സെറ്റ് ജിന്ന് സിയിലേക്കുള്ളൊരു കണ്ടിന്യൂസ് ഫങ്ഷനാണ് എഫ്. ഓക്കെ, ഇനി ഈ എഫിൻ്റെ ക്യാപിറ്റൽ എഫ് ആരുടെ പ്രിമിറ്റീവാണ്? ഈ സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവാണ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതും ജിന്ന് സിയിലേക്കാണ്. ഈ എഫ് ആരുടെ പ്രിമിറ്റീവാണ്? സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവാണ്. അത്തരത്തിലുള്ളൊരു ഫംഗ്ഷനാണിത് സ്മോൾ എഫ്. അത്തരത്തിലുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് എന്തിന് ഈക്വൽ ആയിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനും ഒരു പ്രിമിറ്റീവ് ഉണ്ടായിരിക്കും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. ഓക്കെ, ഏതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനും ഒരു പ്രിമിറ്റീവ് ഉണ്ടായിരിക്കുമെന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് കേസ് 1, ഗാമ ഫ്രം ക്ലോസ് ലെവൽ എ ബി ടു സി ഈസ് പീസ് വൈസ് സ്മൂത്ത്. ഓക്കെ, ക്ലോസ് ലെവൽ എ ബി നിന്ന് സിയിലേക്കുള്ള ഗാമ എന്നുള്ള പാത്ത് എന്താണ്? പീസ് വൈസ് സ്മൂത്താണ്. ഓക്കെ, ദെൻ ബൈ പ്രീവിയസ് തിയറം ഇങ്ങനെ പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പ്രീവിയസ് തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫിന് എന്തുണ്ട്? തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫിനൊരു പ്രിമിറ്റീവ് ഉണ്ട്. ഓക്കെ, സോ എഫിൻ്റെ പ്രിമിറ്റീവിനെ എഫ് ഡാഷ്, ക്യാപിറ്റൽ എഫ് ഡാഷ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി. ഇത് എന്തിൻ്റെ ഡെഫിനേഷനാണ്? എഫ് കോമ്പോസിഷൻ ഗാമ ഓ ഡാഷിൻ്റെ ഡെഫിനേഷനാണ്. അതായത് എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് ഓഫ് ടി ഡി ടിയുടെ ഡെഫിനേഷനാണത്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, സോ ഇവിടെ ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും ഒന്നിച്ച് വന്നു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് ടി ഫ്രം എ ടു ബി ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, സോ എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് ബി മൈനസ് എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് എ. ഇനി അതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് ഗാമ ഓഫ് ബി മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എ. ഓക്കെ, ഇനി ഗാമ ഓഫ് ബി എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാമക്ക് എൻഡ് പോയിൻ്റ് എന്താണ്? ഗാമയുടെ എൻഡ് പോയിൻ്റ് എന്താണ്? ബീറ്റയാണ്. അപ്പോൾ ഗാമ ഓഫ് ബി ബീറ്റ ആയിരിക്കും. അതേപോലെ ഗാമയുടെ ഇനീഷ്യൽ പോയിൻ്റ് എന്താണ്? ഗാമ ഓഫ് എ ആൽഫയാണ്. ഓക്കെ, സോ ഗാമ ഓഫ് എനെ ആൽഫ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് ജനറൽ കേസ് 2 ഡിസ്കസ് ചെയ്യാം. കേസ് 2 ജനറൽ കേസ്. If epsilon greater than 0, then by previous lemma implies there is a polygonal path from alpha to beta such that modulus of integral gamma f minus integral capital gamma f less than epsilon. Okay, നമ്മളൊരു പോസിറ്റീവ് എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്താൽ ഓക്കെ, നമുക്ക് പ്രീവിയസ് ലെമ്മ തൊട്ട് മുമ്പത്തെ ഒരു ലെമ്മ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പോളിഗണൽ പാത്ത് ക്യാപിറ്റൽ ഗാമ എക്സിസ്റ്റ് ചെയ്യും. എവിടെ നിന്ന് അങ്ങോട്ട്? ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക്. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ ഗാമയുടെ സ്മോൾ ഗാമയുടെ എൻഡ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ആൽഫ. അതേപോലെ സ്മോൾ ഗാമയുടെ എൻഡ് പോയിൻ്റ് ആണ് ബീറ്റ. ഓക്കെ, ഈ ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് ഒരു പോളിഗണൽ പാത്ത് ക്യാപിറ്റൽ ഗാമ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ സ്മോൾ ഗാമ ഇൻ്റഗ്രൽ ഓവർ സ്മോൾ ഗാമ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ഗാമ എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ഗാമ എന്നുള്ള പാത്ത് ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് എക്സിസ്റ്റ് ചെയ്യും ബൈ പ്രീവിയസ് ലെമ്മ. ഓക്കെ, ഇതിനെ ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്തു.
but capital gamma is piecewise smooth. So by case 1, so capital gamma എന്താണ് piecewise smooth curve ആണ്. ഓക്കെ, കാരണം എന്താണ്, ഇത് കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. സോ piecewise smooth curve ആണ്. സോ ബൈ കേസ് 1, തൊട്ട് മുമ്പ് നമ്മൾ കേസ് 1 ഡിസ്കസ് ചെയ്തിരുന്നു. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ഗാമ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ഗാമ എഫ് അത് ഇവിടെ ഉണ്ട്. സോ ഇതിന് പകരം നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാം, ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫയെ റീപ്ലേസ് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 1 ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇത് റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ദിസ് മോഡുലസ് ലെസ് ദാൻ ആപ്സിലോൺ. ഓക്കെ, ഇനി ആപ്സിലോൺ എന്താണ്, സിൻസ് ആപ്സിലോൺ വാസ് ആർബിട്രറി, ആപ്സിലോൺ ആർബിട്രറി ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ കേസ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. Let sigma from closed interval CD to C and gamma from closed interval AB to C be rectifiable paths. The path sigma is equivalent to gamma if there is a function phi from CD to AB which is continuous, strictly increasing and with phi of C equal to A, phi of T equal to B, such that sigma equal to gamma composition phi. We call this function phi a change of parameter. സിഗ്മ എന്നുള്ളൊരു മാപ്പ് ഉണ്ട്. സിഗ്മ ഫ്രം സി ഡി ടു സി ആണ്, അതേപോലെ ഗാമ ഫ്രം എ ബി ടു സി ആണ്. രണ്ടും എന്താണ്, റെക്ടിഫയബിൾ പാത്ത്സ് ആണ്. ദാറ്റ് മീൻസ് ബൗണ്ടഡ് വേരിയേഷനുള്ള പാത്ത്സ് ആണ് സിഗ്മയും ഗാമയും. ഓക്കെ, ഇനി ഗാമയും സിഗ്മയും ഈക്വലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഫൈ എക്സിസ്റ്റ് ചെയ്യണം. സി ഡിന്ന് എ ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഫൈ എക്സിസ്റ്റ് ചെയ്യണം. കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം ഫൈ, അതേപോലെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കണം, അതേപോലെ ഫൈ ഓഫ് സി എ ആയിരിക്കണം, ഫൈ ഓഫ് ഡി ബി ആയിരിക്കണം, അതേപോലെ സിഗ്മ ഈക്വൽ ടു ഗാമ കോമ്പോസിഷൻ ഫൈ ആയിരിക്കണം. ഓക്കെ, സിഗ്മ എന്തിന് ഈക്വൽ ആയിരിക്കണം, ഗാമ കോമ്പോസിഷൻ ഫൈക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഫൈനെ നമ്മൾ എന്ത് പറയും, ചേഞ്ച് ഓഫ് പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് റിമാർക്കാണ്, എ കർവ് ഈസ് ആൻ ഈക്വലന്റ് ക്ലാസ് ഓഫ് പാത്ത്സ്. പാത്ത്സിൻ്റെ ഇത്തരത്തിലുള്ള ഈക്വലന്റ് ക്ലാസ്സസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കർവ്. ഓക്കെ, റിമാർക്ക്, എ കർവ് ഗാമ ഫ്രം ക്ലോസ് ലെവൽ എ കോമ ബി ടു സി ഈസ് സെഡ് ടു ബി ക്ലോസ്ഡ് ഇഫ് ഗാമ ഓഫ് എ ഈക്വൽ ടു ഗാമ ഓഫ് ബി. ഒരു കർവ് ഗാമ ഫ്രം ക്ലോസ് ലെവൽ എ ബി ടു സിനെ ക്ലോസ്ഡ് കർവ് എന്ന് പറയണമെങ്കിൽ ഇനീഷ്യൽ പോയിന്റും എൻഡ് പോയിന്റും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. Next, corollary, let G be an open in C and let gamma be a rectifiable path in G with initial and end points alpha and beta respectively. If f from G to C is continuous function and gamma is closed, then integral over gamma f equal to 0. G എന്താണ്, സിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സെറ്റാണ്, അതേപോലെ ഗാമ എന്താണ്, റെക്ടിഫയബിൾ ആയിട്ടുള്ള പാത്താണ്. ഓക്കെ, ജിന്ന് സിയിലേക്കുള്ളൊരു പാത്താണ് ഗാമ, റെക്ടിഫയബിൾ പാത്താണ്. അത് മീൻസ് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഗാമയുടെ ഇനീഷ്യൽ പോയിന്റ് എന്താണ്, ആൽഫയാണ്, എൻഡ് പോയിന്റ് ബീറ്റയാണ്. അതേപോലെ എഫ് എന്താണ്, ജിന്ന് സിയിലേക്കുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, അതേപോലെ ഗാമ ക്ലോസ്ഡ് പാത്താണ്. ദാറ്റ് മീൻസ് ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പ്രൂഫ് വളരെ സിമ്പിളാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബീറ്റ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ. എഫിനൊരു പ്രിമിറ്റീവ് ഉണ്ടായിരിക്കും, അതാണ് ക്യാപിറ്റൽ എഫ്. ഓക്കെ, ഇനി ഗാമ എന്താണ്, ക്ലോസ്ഡ് കർവാണ്. ദാറ്റ് മീൻസ് ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഗാമ ഓഫ് എ മീൻസ് അത് ആൽഫയാണ്, ഗാമ ഓഫ് ബി മീൻസ് അത് ബീറ്റയാണ്. ഓക്കെ, സോ ആൽഫയും ബീറ്റയും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ബീറ്റ മൈനസ് ആൽഫയും ബീറ്റയും ഈക്വൽ ആയതുകൊണ്ട് ആൽഫേനെ ജസ്റ്റ് ഒരു ബീറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ എഫ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ബീറ്റ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ക്ലോസ്ഡ് കർവിലെ നമ്മൾ അതായത് ഒരു ക്ലോസ്ഡ് കർവിലൂടെ ഇത്തരത്തിലുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും, ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ.